ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടോംസ് ലുഡോ ഗെയിം എന്ന ഒരു മൂവി ലൈക്ക് തിങ് ആണ്. ഓക്കെ, മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. അന്നേരം നമ്മളെ ഗ്രെഡിൻ്റെ സീരീസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ടോം ആരാണെന്ന്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സംഭവം ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. ഗ്രെഡിൻ പറഞ്ഞ യൂണിവേഴ്സിൽ തന്നെയാണ് നടക്കുന്നത്. അവിടെ ഒരു തല്ലുണ്ടായിട്ടുണ്ട്. അന്നേരം ആ തല്ലിൻ്റെ കുറേ ഗുണ്ടകളൊക്കെ ഒരു മാസമായിട്ട് തല്ലായിരുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടിയൊരു ചങ്ങായിയാണ്. പിന്നെ ഗ്രെഡിൻ്റെ മൂവിയിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡൈസ് എന്ന് വെച്ചാൽ ഡൈസല്ല എന്ന് വെച്ചാൽ ഡൈസിലൊരു ഇത് വീണിട്ട് ഒരുത്തൻ ലൂഡോയിൽ ഓനെ ബീറ്റ് ചെയ്തിട്ട് ഓനോടൊരു വാണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ഓനെ എന്താ പറയുക, ഡിപ്രസ് ചെയ്ത പോലെ, അത് ഓനൊരു എംബാരസ്മെൻറ്റ് പോലെയായി സംഭവം. അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ മുമ്പ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ സിനിമകളൊക്കെ കാണണം കേട്ടോ, ക്യാമിയോസൊക്കെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരുമല്ലോ വീണ്ടും. ഓക്കെ, എന്തായാലും നമുക്ക് അതിൽ തൊട്ട് തുടങ്ങാം. അന്നേരം ഇവന് ഇപ്പം ലുക്കൊക്കെ മാറ്റി കിട്ടും. പണ്ടൊരു കുട്ടിയെ പോലെ അല്ലേനോ, ഇപ്പം കുറച്ച് താടിയൊക്കെ ആയിട്ട് നല്ല ലുക്കൊക്കെ ആക്കി. മറ്റേ സ്പെയിനിൽ പോയിട്ടാണ് മുടി വെട്ടിയത്, മറ്റേ കമമ്പിങ്ങേൻ്റെ എൽട്ടൻ്റെ ഷോപ്പിൽ നിന്ന്. ഓക്കെ, എന്നാൽ സ്പെയിനിൽ നിന്ന് ഇപ്പം ഗ്രീസിലാണ് ചങ്ങായി പോയത്. അപ്പം ഗ്രീസ് പോകുമ്പോഴല്ലേ ഒരുത്തൻ ലുഡോ കളിക്കുന്നു. ഇവൻ ശ്രദ്ധിച്ചു, സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ് വെറുതെ. അപ്പോൾ ആ ലുഡോ കളിക്കുന്നവനോട് എന്തോ ഒരു കാര്യം ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് ഓനെപ്പോലെ എന്ന് വെച്ചാൽ ഓന് പണ്ട് കിടന്നവരെ സ്ക്രീം ചെയ്യുന്ന പോലെ കണ്ട്. അപ്പോൾ അടുത്ത് ഓനെ നോക്കിയിട്ട് ഒരാൾ എന്തോ ടൈപ്പ് ചെയ്യുന്ന പോലെ അത് വന്നപ്പോൾ വീണ്ടും അത് നോക്കി ഇതുപോലെ എംബാരസ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇയാളാണ് അവനൊരു ഡൗട്ട് തോന്നി. എന്തായാലും ആ ദിവസം പിന്നെ വീട്ടിൽ പോയി. എന്നാൽ ടോം ഒരു കാര്യം ചിന്തിച്ചു ഉറങ്ങുമ്പോൾ, അടുത്ത ദിവസം എനിക്ക് എന്തായാലും ഒരു ന്യൂസ് കവർ ചെയ്യാനുണ്ട്. എന്തായാലും ഇവിടുന്ന് കവർ ചെയ്യാൻ ഞാൻ കുറച്ചും കൂടെ ദിവസം ഇവിടെ ഗ്രീസിൽ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എന്തായാലും ആ ചങ്ങായി ഞാൻ കണ്ടുപിടിച്ച് കൊന്നിട്ടേ പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ടോം ഒരു ഹൈപ്പർ ബോബായിട്ട് പറഞ്ഞാൽ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അന്നേരം നമ്മളെ ന്യൂസ് റിപ്പോർട്ടർ ടോം ദിവസം ന്യൂസിന് വേണ്ടി പോവുകയാണ്. എന്നാൽ ആ ന്യൂസ് എന്താ വെച്ചാൽ നമ്മളെ ഇത് തന്നെ ഭരത്തിൻ്റെ ന്യൂസാണ്. അന്നേരം ഇവൻ അധികം ദിവസമായിരിക്കില്ല, ഒരു നമ്മളെ പോസ്റ്റ് ക്രെഡിറ്റ്സിന് ശേഷം ഒരു 2 വീക്കൊക്കെ ആയിട്ടേ പോകും. എന്നാൽ എത്ര വൈകിട്ട് വരുന്നതെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാകും. അത് സംഭവം അത് ന്യൂസിൽ ഡിലേ ആയിപ്പോയതായിരുന്നു സാധനം. എന്നാൽ അത് ഇവന്മാർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവനോട്, ടോമിനോട്. അപ്പം ടോം അത് പറഞ്ഞ് ഓൻ്റെ വർക്ക് അത്ര പോവും അന്ന്. അതുകൊണ്ട് ഓൻ തിരിച്ച് നടക്കുമ്പോഴാണ് ഇയാവ കാണുന്നത്. ഇയാവ് ഇവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. നീ കഴിഞ്ഞ ദിവസം ലുഡോ കളിച്ചതിനോട് പൊട്ടിയില്ലേനോ പറഞ്ഞു. എന്നിട്ട് അക്കൗണ്ടിൻ്റെ പേര് നീയായിരുന്നല്ലേ അത് പറഞ്ഞിട്ട് ഓനെ ഓടിക്കാൻ നോക്കി. അങ്ങനെ അയാൾ ഓടി അയാൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇവൻ അതിൻ്റെ അടുത്തൊരു കഫേ കണ്ടു. ആ കഫേയിൽ കയറി. എന്നിട്ട് ഇതും ചിന്തിച്ച് ഇങ്ങനെ ഒരു കോഫിയും കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ടൂറിന് പോയത് ഓൻ്റെ ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സും ഈ ടൈമിലായിരുന്നു അറിഞ്ഞത്. കാരണം കുറച്ച് ദിവസത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണൊന്ന് ജസ്റ്റ് വെറുതെ ഓണാക്കിയതായിരുന്നു. ഇത്ര ദിവസം ഓരോ ഇത് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ തുരുതുര കോണ്ടാക്റ്റ് വന്നു. അന്നേരം അതൊക്കെ കാരണം ടൈം വൈകി അതിനകത്ത് നിന്ന് ഇറങ്ങാൻ. അത് ഇറങ്ങിയപ്പോൾ മറ്റേ ആവ കണ്ടു. പക്ഷെ മറ്റേ ആവ ഇപ്പോൾ ഓൻ്റെ കവിയാക്കൽ പരിപാടിക്ക് അല്ലായിരുന്നു, വേറെന്തോ സാധനം ഇമ്പോർട്ടൻ്റ് ആയ സാധനം നോക്കുന്ന പോലെ കാണുന്നത്. ഇവൻ ഓടിപ്പോയി അയാളായിട്ട് തല്ലി. നീ എന്താടാ ഇങ്ങനെ ബാഗൊക്കെ പിടിച്ചേക്കുന്നവൻ? ആ തുണിയെടുത്ത് താഴോട്ടായിരുന്നു. താഴെ ഒരു വാക്കിംഗ് ഇതുണ്ട്, വാക്കിംഗ് പാത്തുണ്ട്. അവിടെ നടക്കുന്ന ആരോ കയ്യിലാണ് വീണത് അത്. അന്നേരം ആ ചങ്ങായിൻ്റെ കയ്യിൽ അത് വീണു. വീഡിയോത്തെ പോലെയല്ല, ചള്ളി ചെറിയ ഡൈസാണ്, ചെറിയ ഗോൾഡൻ ഡൈസ്. ഓക്കെ, അന്നേരം അത് വീണതിന് ശേഷം ആ ചങ്ങായി അത് എന്തായാലും ഡൈസല്ലേ, ഓനും ഒരു ലുഡോ മാച്ച് ഓൻ്റെ കസിനോട് കളിക്കാൻ പോകുമായിരുന്നു. ഓൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓൻ സ്ഥിരം ഓരോ വീക്കെൻഡിലും ഇങ്ങനെ കളിക്കലുണ്ട്. ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോകുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അന്നേരം അത് കളിക്കാൻ പോകുന്നതുകൊണ്ട് ഓൻ എന്തായാലും ആ ഡൈസ് എടുത്ത്, ഗോൾഡൻ ഡൈസ് ആയിക്കോട്ടെ വിച്ചാണ് വിചാരിച്ചിട്ട് അതങ്ങ് എടുത്ത്. അപ്പാണ് ഇവൻ പക്ഷേ കവർ തുറന്ന് നോക്കുന്നേ വിട്ടു, കവച്ചിക്കില്ല. അപ്പാണ് നമ്മളെ ടോമും
മറ്റേ ആവും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയത്. അന്നേരം അവൻ പറഞ്ഞു ഇതൊരു പ്രഷ്യസായ ആൻറ്റീക്ക് ഇതാണ്, ആർക്കിയോളജിസ്റ്റിന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇതായിരുന്നു, എന്നാൽ തനിക്ക് അവിടെ നിന്ന് കിട്ടി ഇരിക്കുക. ഞാൻ നിന്നെ വെറുതെ ലൂഡോ പൊട്ടിച്ചെൻ്റെ റിവെഞ്ചായിട്ടതിനു ഇതിന് എത്രയോ വിലയുണ്ടടാ ചങ്ങായി എന്ന് പറയാം. അപ്പം പണി വേറെയല്ലേ മനസ്സിലായിട്ട് ടോമിനും ഒരു ഗിൽറ്റ് തോന്നിയതുകൊണ്ട് ടോമും ഇവൻ്റെ കൂടെ അത് കണ്ടുപിടിക്കാൻ കൂടുകയാണ്. അന്നേരം താഴെ വീണ അവിടെ നോക്കിയപ്പോൾ അവിടെ ഇല്ല. അപ്പം ടോം ഇവൻ്റെ വീട്ടിലേക്ക് വിളിക്കുക. ഇവൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്, അത് ഇവൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇവൻ്റെ ഫ്രണ്ടല്ല, ഒരു അങ്കിളിനെ പോലത്തെ ആളായിട്ടാണ് എന്നാ പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു റേഡിയോ വേവ്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ വാച്ച് ഉണ്ട്, അതും ഇപ്പോൾ ഇട്ട് നടക്കുന്ന സാധനമാണ് ടോം. അപ്പോഴാണ് മറ്റേ ആവ പേരെന്താ പറയുന്നത്. മറ്റേ ആവ പേര് ഒരു വലിയ പേരാണ് പറഞ്ഞു, എന്നെ ഡിമി എന്ന് വിളിച്ചാൽ മതി എന്നാണ് ആവ പറയുന്നത്. അപ്പോൾ നമ്മളെ ഡിമിയും ടോമും അവിടെ ഡിസ്കസ് ചെയ്യാണ്. അത് വീണ ചങ്ങായിൻ്റെ പേര്. എന്നാൽ ഒരു നടക്കുന്ന സ്ട്രീറ്റിലൊക്കെ ചോദിച്ച് ക്യാമറയും ഇതാക്കിയിട്ട് അയാളെ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അയാളെ വീട്ടിൽ പോയി അടുത്ത ദിവസം നോക്കുകയാണ്. എന്നാൽ അയാളെ പേര് അഭിനവസ് എന്നാണ്. അന്നേരം ഇവൻ ടോമി ചോദിക്കുക, വെറൈറ്റി പേരാണല്ലോ, ശരിക്കും അഭിനവൻ തന്നെ, ഞാൻ ഇന്ത്യ എന്നാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ അഭിനവസ് എന്നാക്കിയതാണ് പറയുക. അന്നേരം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഡൈസ് കിട്ടിയിരുന്നോ ഡിമി ചോദിക്കുകയാണ്. ഇവർ ഇംഗ്ലീഷായിട്ട് സംസാരിക്കുന്നത്, ഇപ്പം ഗ്രീസിലായതുകൊണ്ട് ഗ്രീക്ക് അങ്ങനെ സംസാരിക്കുന്നില്ല. ഇതൊക്കെ മലയാളത്തിൽ ഞാൻ ആക്കി പറയുന്നതാവും. ഓക്കെ, അപ്പം ഇവൻ പറയാണ് ഡൈസ് കിട്ടിയില്ല. കിട്ടിയിരുന്നു ഇന്നലെ രാത്രി കിട്ടിയിരുന്നു ഒരു ഡൈസ്. അത് പക്ഷേ ഞാൻ എൻ്റെ കസിൻ്റെ ഒപ്പം കളിക്കാൻ പോയിരുന്നു, പക്ഷേ കസിൻ പുറത്ത് പോയതായിരുന്നു. അപ്പം ഞാനും അങ്ങോട്ട് തന്നെ പോകാൻ വിചാരിച്ചു. അതുകൊണ്ട് ഡൈസ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന ഡൈസ് എൻ്റെ വീട്ടിൽ എവിടെയോ വെച്ച് അപ്പോൾ അത് കാണാനുമില്ല പറഞ്ഞു. എന്ത് എടാ ചങ്ങായി, എന്നോട് ഡൈസ് കളയാൻ പറഞ്ഞു. ഡൈസ് എന്തോ വില കണ്ടായിനോ? ആ ഡൈസിന് എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ടോമി ചോദിക്കുക. എന്നോട് പറയുന്നതാണോ മെയിൻ കാര്യം എന്ന് ചോദിക്കുക ഡിമി. അപ്പോഴാണ് എല്ലാവരും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു CCTVൻ്റെ ഇതുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ആരെയും മോഷ്ടിച്ചതാണ്, അത് അറിയാൻ പറ്റും എന്ന് പറയണേ. മോഷ്ടിച്ചതിൻ്റെ ഒക്കെ അസംഷൻ അവിടെ നിൽക്കട്ടെ, നമുക്കിത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ടോമും ഡിമി ഇവിടെ കയറിക്കോട്ടെ ചോദിക്കുക. ആ കയറിക്കോ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. വീട്ടിൽ ഭൂരിഭാഗം എല്ലാ ഭാഗത്തും നോക്കി, പക്ഷേ അത് കിട്ടിയില്ല. അതിനുശേഷം ടോമിൻ്റെ വീട്ടിൽ പോയതാണ്, മറ്റൊരു ഇവൻ്റെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, അഭിനവസിൻ്റെ വീട്ടിലാണ് ഡിമി. അപ്പോൾ ടോമിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതേപോലത്തെ ഡൈസ് വേറെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി. അപ്പോൾ കുറേ റിസൾട്ട് വന്നു. ഒന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കറണ്ട് പോയി. അതോടെ അവൻ്റെ ഇൻവേർട്ടറും കേടായിരുന്നു. അത് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ടോമാകെ ഇതായി. എന്തായാലും പിന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ടോം. എന്നാൽ ടോം അടുത്ത ദിവസം എണീച്ചിട്ട് ഒരു മെസ്സേജ് കാണുകയാണ്, നിൻ്റെ വെക്കേഷൻ ഓൾമോസ്റ്റ് ഓവറാക്കാനായി, അന്നേരം ഇത് കഴിഞ്ഞിട്ട് ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ കയറണമെന്ന് അവൻ്റെ ബോസ് അയക്കുന്ന പോലെയാണ് കാണുന്നത്. ഇനി കുറച്ച് ദിവസം വല്ലതും ഒന്ന് ടോം ആലോചിക്കുന്നുണ്ട്. അന്നേരം ടോം ഇവനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ആ ഡൈസിൻ്റെ ഇത് ഇനി എങ്ങോട്ട് പോകാമെന്ന് ഒരു മൈൻഡിലൊന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം ടോം എണീച്ചിട്ട് ലുഡോ ബോർഡ് എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് പല പല കളേഴ്സ് ഓന് ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എല്ലാ കളേഴ്സിൻ്റെ വരുന്ന ഒരു കളക്ഷൻ പോലെ ഉണ്ട്, പ്രയേഴ്സ് കിട്ടോ. ഓക്കെ, അന്നേരം ഓനെ റെഡായിട്ട് എടുക്കുകയാണ്, ഡിമീനെ ബ്ലൂ ആയിട്ടും അഭിനവസിനെ ഈ വൈറ്റ് ആയിട്ടും എടുക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഇമ്പോസ്റ്റർ ആയിട്ട് അവനെന്ന് ചിന്തിക്കുകയാണ്. അന്നേരം ഓൻ എന്തുകൊണ്ടത് എടുക്കണമെന്ന ചോദ്യം ഇവിടെ എഴുതുകയാണ്, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന പോലെ. ഓന് എന്തുകൊണ്ട് എടുക്കണമായി, പിന്നെ എടുത്തിട്ട് ഓൻ എന്ത് ആണ് ആവശ്യമെന്ന് ഒരു ക്വസ്റ്റ്യനായി, അത് എടുക്കാൻ ആരെങ്കിലും അവനെ ഏൽപ്പിച്ചതാണോ എന്ന ക്വസ്റ്റ്യനായി, അല്ലെങ്കിൽ അവന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനുമായി. എന്നാൽ ഡൈസിൻ്റെ ആദ്യം തൊട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി അവൻ ഡിമീൻ്റെ വീട്ടിൽ പോവാണ്. ഡിമി, നിനക്ക് എങ്ങനെയാണ് ആ ഡൈസ് കിട്ടിയത്? അപ്പോൾ ഡിമി ആ ഡൈസിൻ്റെ ഫുൾ ഹിസ്റ്ററി പറയുകയാണ്. പക്ഷെ അത് പറയാൻ അവന് ഒരു ഹോളോഗ്രാം തിങ് യൂസ് ചെയ്യാണ്.
അപ്പോൾ ഈ ഡൈസ് പല പല സ്ഥലത്തേക്ക് സ്പ്രെഡായി കിടക്കുന്നത് എങ്ങനെയാണ് അറിയില്ല. പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ മാജിക് പവേഴ്സ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. ഇതിന് ഗോസ്റ്റിൻ്റെ ആണോ ഏലിയൻസ് ആണോ എന്തെങ്കിലും ആണോ ഒന്നും എനിക്കറിയില്ല. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല. അല്ല ഇത് ഇപ്പം ഗ്രീസിൽ പോയതല്ലേ ഇത്? യെസ്, ഗ്രീസിൽ പോയത്. പിന്നെ സാഹസികരമായിട്ട് ജാക്കി ചാനെ പോലെ ഇത് കണ്ടുപിടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ നിന്നെ കണ്ട് ഒന്നും കൂടെ ലുഡോ വെച്ചൊന്ന് കവയ്ക്ക് നീ എന്നെ ഓടിച്ചത്. അന്നേരം അതിന് ശേഷം നീ പോയി അടിച്ചിട്ട് സീരിയസ് ആയിട്ട് അത് വേറെ ഒരാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇത് നമ്മളെ മിസ്റ്റർ ഐഗ്നോറി ചോദിച്ചത്. മിസ്റ്റർ ഐഗ്നോറിയോ? അതാരാ ചോദിക്കുക. അതൊക്കെ പിന്നെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് അന്നേരം അയാൾക്ക് ഇതായിട്ട് ശത്രുക്കരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ടോമി ചോദിക്കുകയാണ്. അയാൾക്ക് അങ്ങനെയല്ല, പക്ഷെ അയാൾക്കിത് തുറന്നു നോക്കിയെടുത്ത് പറഞ്ഞിരുന്നു. അയാൾ പോലും അത് തുറന്നു നോക്കില്ല. അയാൾ എന്നോടും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ ആരും അത് തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. അല്ല, തുറന്നു നോക്കിയ ഡൈസാണ്, പക്ഷെ അത് ഡൈസ് തുറന്നു നോക്കിയെടുത്ത് പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണം. അന്നേരം മിക്കവാറും തുറന്നു നോക്കിക്കൊണ്ട് എന്തെങ്കിലും ഇത് വരും. എന്നാൽ മാജിക് പവേഴ്സ് ഇവരാണെങ്കിലോ എന്ന് അടിക്കുക. മാജിക് എന്ന പേരല്ല, പക്ഷെ സയൻസായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിക്കൂടെ? അല്ല, അതുണ്ടാകുമ്പം റേഡിയോ വേവ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമോ? അത് ചാൻസ് ഉണ്ട്. അപ്പം തുറന്നു നോക്കിയാൽ അങ്ങനത്തെ ഏലിയനോ അല്ലെങ്കിൽ മറ്റേ ടെക്നിക്കൽ പവേഴ്സ്, നാച്ചുറൽ പവേഴ്സ് സാധനമാണെങ്കിൽ അങ്ങനത്തെ ഉണ്ടാകുമെന്ന് ഒരു ചാൻസ് കാണുകയാണ് ഇവൻ. അപ്പം ഡിമീൻ്റെ അത് കേട്ടപ്പം ടോമിന് ആ വാച്ച് ഓർമ്മ വരികയാണ്. അല്ല, എന്നാൽ വാച്ച് കൊണ്ട് നോക്കിക്കൂടെ നോക്കുമ്പോൾ ആ വാച്ചിൻ്റെ കോഡിങ് നോക്കുകയാണ്. അന്നേരം അതിനകത്ത് പല പല കോഡാണ് വരുന്നത്. പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് 1 to 6 എഴുതുന്നൊരു കോഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സയൻസ്ക്രിപ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു, സയൻസ്ക്രിപ്റ്റ് ലിപിയായിരുന്നു. ഇതാകാനാണ് ചാൻസ്. പക്ഷേ ഇത് 1 to 6 ആയിരിക്കും ഡൈസിന് വരിക. പക്ഷേ ഇത് സയൻസ്ക്രിപ്റ്റ് ലിപിയായിരുന്നു. അങ്ങനെ പറഞ്ഞു ഗ്രീസിൽ നിന്ന് കിട്ടിയതാത്. അന്നേരമല്ലേ ഇത് രാജാവിൻ്റെതാകാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്ന് ഡിമി അവയാണ്. അഭിനവസിനെ ഇനി ഇതിൻ്റെ അകത്തേക്ക് വിളിച്ച് ഇതാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഓനെ നമുക്ക് വിട്ടേക്കാന്ന് പറയുന്നുണ്ട് ടോം. പക്ഷേ ടോമല്ല, ഇവൻ ഡിമി പറയുന്നുണ്ട്. എന്നാൽ ഡിമി ടോമിനോട് ചോദിക്കുകയാണ് ഓനെ വലിച്ചയക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഓന് ഈ സാധനം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വേണ്ടാന്ന് പറയണ്ടെന്ന് പറയുക. ഓക്കെ എന്ന് ടോമും പറയുന്നുണ്ട്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ തേടി പോവുകയാണ് ഇതിൻ്റെ സിഗ്നൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക്. ജസ്റ്റ് ഒരു ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ അല്ല, ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലനേഷനെ പറയുന്നുള്ളൂ. അപ്പോൾ അതോടെ അവിടുന്ന് ഒരു ബാഗൗട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പം ഒരു റൂമിലാട്ടോ ഇവൻ്റെ റൂമിലേക്ക് കടക്കാൻ പോവാണ് ടോം. ഡിമി വേറെ റൂമിലാണ്. അപ്പം ടോം ഡിമിനോട് ഒരു കാര്യം ചോദിക്കുക. അല്ല, ഇത് ഫസ്റ്റ് തന്നെ ഈ പൗച്ചിലായിരുന്നോ? അപ്പാണ് ഡിമിക്കൊരു സ്പാർക്ക് ചെയ്യുന്നത്. എടാ, ഇവനെ ചെന്ന് ഇങ്ങോട്ട് വന്നേ പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് ആ ഹോളോഗ്രാം കാണിക്കുകയാണ്. ഞാൻ ഇപ്പോഴത്തെ വിഷ്വൽസാണ് കണ്ടോ, അതിങ്ങനെ പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ സ്ഥലത്തിന് അത്യാവശ്യം പവർ ഉണ്ടാകാൻ ചാൻസ് ഇല്ലെന്ന് ചോദിക്കുക, മാജിക്കൽ ഇതാണെങ്കിൽ. യെസ്, അങ്ങനെ ഒരു വഴിയുണ്ട് ടോമിനും തോന്നുന്നുണ്ട്. അന്നേരം ഇത് ഇത്രയും വേവ്സും സിഗ്നൽസൊക്കെ എടുക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും പവേഴ്സ് ഉണ്ടാകും. പക്ഷെ അത് ഈ സ്ഥലത്തിന് മാത്രമല്ല, കേപ്പ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് വേറെ വലിയ സ്ഥലമുണ്ടോ എന്ന് ടോമി ചോദിക്കുന്നുണ്ട്. ഉണ്ടാവാം, പക്ഷേ അത് എനിക്കറിയില്ല. അത് ഓർക്കും അറിയാതിരിക്കാനും ചാൻസ് ഇല്ല എന്ന് ടോമി ചോദിക്കുകയാണ്. അപ്പോൾ ആണ് ഇവർ രണ്ടാവും അന്നേരം മനസ്സിലാക്കുന്നത് നമ്മളെ ഫസ്റ്റ് ഇവനെ എടുത്തുകൊണ്ട് വന്ന സ്ഥലത്തായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ഡൈസിൻ്റെ പവർ അറിയണമെങ്കിൽ. എന്നാൽ പവർ അറിയാൻ വന്നവരാണെങ്കിൽ അവിടെയായിരിക്കും എന്തായാലും പോയിട്ടുണ്ടാവുക എന്ന് ഇവർക്ക് രണ്ടാൾക്കും മനസ്സിലായി. എന്നാൽ ഇവരങ്ങോട്ട് ഇതാക്കാൻ തുടങ്ങി. ആ സ്ഥലത്തിൻ്റെ പേരാണ് മിഡാസ്റ്റിയാൻ. എന്നാൽ മിഡസ്റ്റിയൻ കേവിലേക്ക് പോകുക കേട്ടോ. അന്നേരം അതൊരു കേവ് പോലത്തെ ഒരു സ്ഥലമാണ്. കേവല്ല, ഫുള്ളി ഒരു കേവല്ല, പക്ഷേ ഇതാണ്.
അന്നേരം അങ്ങോട്ട് ഒരു പോവുകയാണ്. അവിടെ കുറേ ഡയമണ്ട്സ് പോലത്തെ ഓരോ ഇതുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നമുക്ക് ഇതില്ല എന്ന് ടീമിൽ പറയുന്നുണ്ട്. അതിന് ഞാൻ അതൊന്നും അല്ല നോക്കുന്നത്. അതിൻ്റെ സിമ്പിൾസ് നോക്കുമ്പോൾ എന്തോ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യും. ഓ, നീ ഒരു ബുദ്ധിമാൻ തന്നെയെന്ന് ഡിമി ടോമിനോട് പറയുകയാണ്. ഓ ഓ ഓ ഓക്കെ ഓക്കെ എന്ന് ടോമും പറയുന്നുണ്ട്. അതോടെ നമ്മളെ ഇവരെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അഭിനവസിനെയാണ്. അഭിനവസ് ഇവരെ ഫസ്റ്റ് വന്നില്ലായിരുന്നു. പക്ഷേ ഇവർ തിരിച്ച് ഈ വഴിക്ക് തന്നെയായിരുന്നു ആ കേവിലേക്ക് പോയത്. അപ്പം അഭിനവസ് കണ്ടു ഒരു തിരിച്ചു പോകുന്നത്. അപ്പോൾ അഭിനവസ് ഇവരെ കൂടാന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയായി കേട്ടോ. എന്നിട്ട് ഓനും ഓരെ ഫോർവേഡ് ചെയ്ത് പോവുമായിരുന്നു. ഓര് ഈ ഗുഹയിലെത്തി എപ്പോഴാണ് അഭിനവസ് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ച് അവർക്ക് മുഖം കാണുന്നില്ലല്ലോ, എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഓടിയതല്ലേ. അപ്പോൾ ഇത് വില്ലനെ വിചാരിച്ചിട്ട് നേരെ എടുത്ത് ഒരു ഷൂ തൽക്കാലം ഓൻ്റെ കയ്യിൽ നിന്ന് ഷൂ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു ഫൈറ്റ് ചെയ്യാൻ വലിയ ഇതിലല്ലാത്തതുകൊണ്ട് അവനതാണ് സംഭവം. അപ്പോൾ അത് നല്ല പവറിലേന് വന്നത്. അതോൻ്റെ മേത്ത് തട്ടിച്ച് ഓൻ താഴെ വീണാണ്. മേത്ത് പറഞ്ഞാൽ അപ്പർ ബോഡിയിൽ മുഖത്തൊക്കെ ഓൾമോസ്റ്റ് തട്ടുന്ന ആ ഒരു ജസ്റ്റ് സ്ഥലത്താണ് തട്ടിയത്. അപ്പോൾ നേരെ വീഴുകയാണ്. അപ്പോൾ ഓന് ഷൂ എടുക്കുക. ഇറ്റ്സ് എ പവർഫുൾ ആൻഡ് വെൽ മെയ്ഡ് ഷൂ എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ഓര് തന്നെയല്ലേ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണമെന്ന് നോക്കുകയാണ്. അങ്ങനെ ഓരോരുത്തെത്തി പറയാണ്, നിജ് എന്തിനാണ് പറയാണ്ട് വന്നത്? നിജ് വരേണ്ട ആവശ്യമില്ല, ഇത് ഡേഞ്ചർ പറഞ്ഞ അവർക്ക് ഷൂവിൻ്റെ ഇത് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നും കൂടെ പറയുന്നുണ്ട് ടോം അതിനിടയ്ക്ക്. എന്താ ഈ ഷൂ വെച്ച് നീ അവിടെ ഓടി വാ, ഞാൻ അത് അവന് കാണിച്ചു തരാമെന്ന് പറയാ. തൽക്കാലം അതെൻ്റെ ഷൂ മോനെ അങ്ങ് വന്നേ എന്ന് ടോം പറയുന്നുണ്ട്. ഇപ്പം ഡിമി ഇപ്പം സംസാരിക്കാണ്ട് നോക്കടാ എന്ന് ഡിമി പറയുന്നുണ്ട്. ടോമിന് അപ്പോൾ വാച്ചിൽ നിന്ന് കുറച്ച് വീഡിയോ സിഗ്നൽസ് കിട്ടുന്നത്. ഇതാണ് സ്ഥലമെന്ന് അവന് മനസ്സിലാക്കി. എന്നാലും ഇതാണോ ഡൈസിൻ്റെ സ്ഥലം എന്ന് ചോദിക്കുക. അല്ല, ഡൈസിനെ ഇതാക്കാനുള്ള ഒരു സ്ഥലം സിഗ്നൽസ് ഒന്നും പുറത്ത് അങ്ങനെയാണ് തോന്നുന്നത്. ഇതെനിക്ക് തോന്നുന്നു അബ്സോർബ് ചെയ്യുന്നത് അങ്ങനെ എന്തോ ഇതുണ്ട്. എനിക്ക് ടെക്നിക്കലി പറയാൻ പറ്റുന്നില്ല, എന്താ എനിക്കറിയില്ല എന്ന് ടോം പറയാണ്. ഓക്കെ എന്ന് ഡിബിയും പറഞ്ഞ് സീൻ ബാക്കൗട്ട് ചെയ്യാണ്. പിന്നെ ജുവാൻ ജാക്ക് എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുന്നത്. അയാൾ സ്ട്രീറ്റ്സിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇത് കുറച്ച് പാസ്റ്റ് ആട്ടോ, എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കാണ്, ഒരു 2 വീക്ക് മുമ്പ്. അപ്പം ഇതിൽ നടന്നിട്ട് അവൻ്റെ ഗ്യാരേജ് ഇങ്ങ് തുറക്കുകയാണ്. സ്ട്രീറ്റ്സിൽ നടന്ന ഫുഡ് സ്റ്റെപ്സ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. എന്നാൽ അവൻ്റെ മുഖം പിന്നെ റിവീൽ ചെയ്യാണ്. എന്നിട്ട് അവൻ്റെ ഒരു ബാഗുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഭരത്തിൻ്റെ ബാഗ് മോഷ്ടിച്ചതിന് ശേഷമുള്ളതാണെന്ന്. അന്നേരം അവൻ ആ ഗ്യാരേജ് വന്നപ്പോൾ അൽവാരോ വെസ്കസ് 99 കാറും കണ്ട് ഗ്രെഡിൻ. അന്നേരം ഗ്രെഡിൻ്റെ കാറ് നേരത്തെ ഈ ജുവാൻ ജാക്ക് മോഷ്ടിച്ച് ആ ഗാരേജിൽ വെച്ചിരുന്നു. ഭരത്തിൻ്റെ ബാഗിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ നല്ലൊരു ബാഗായതുകൊണ്ട് അതോ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ ബാഗും പിന്നെ കാറും എടുത്തിട്ടില്ലേ ഇവൻ ഈ കാര്യം നോക്കാൻ പോവുകയാണ്. ഇവർ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ടോമും ഡിമിയും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇവനാണോ അത് മോഷ്ടിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ ആവ്, അല്ലെങ്കിൽ ഇവരെ തപ്പിപ്പോവാണോ, ഇവൻ എന്തിനു തപ്പിപ്പോകുന്നു, അതൊന്നും ഇപ്പം കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോടുത്തെത്തി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഓനാണിത് മോഷ്ടിച്ചത്. പക്ഷേ ഓനോട് ഓൻ്റെ മേലെ ഒരു ഉദ്യോഗസ്ഥൻ പോലത്തെ ഒരാവ്, എന്ന് വെച്ചാൽ ഓൻ്റെ മേലെ ഒരാവ്, എന്ന് വെച്ചാൽ ഓൻ്റെ ഒരു ഹെഡ് ഓനൊരു ഇത് കൊടുത്തതാണ് പറഞ്ഞ്. ഓൻ ജസ്റ്റ് വെറുതെ ഒരു ഇൻഫോർമേഷന് വേണ്ടി. അപ്പാണ് ഇവരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോകാമെന്ന് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു വെടിവെപ്പിൻ്റെ സൗണ്ട്. എടാ, നിന്നെ ഞാൻ നോക്കി നടക്കാനും നീ അല്ലടാ എൻ്റെ ബാഗ് തട്ടിക്കൊണ്ട് എന്ന് ചോദിക്കാം. ബാഗിനെ തട്ടിക്കൊണ്ടുപോകല്ലോ എന്ന് ജാക്ക് ആലോചിക്കുന്നുണ്ട്. നിൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ബാഗല്ലേ വെച്ചിട്ട് തോക്കിങ്ങ് നിലത്തേക്ക് ഇടുക, എന്നിട്ട് വേണം തല്ലാങ്ങ് പോവുക. അങ്ങനെ അവിടെ പൂര തല്ലായി. അപ്പോൾ തല്ലിയപ്പോൾ ആ ഡൈസ് മേലോട്ട് വന്നു. ഡൈസിൻ്റെ കവർ മറ്റവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ മേലോട്ടും കിട്ടും എവിടെയോ കുടുങ്ങി നിൽക്കുക. അപ്പോൾ മറ്റേ ജുവാൻ ജാക്കും ഭരത്തും തമ്മിൽ നല്ല അടി. അപ്പോൾ അതിനിടയ്ക്ക് ജുവാൻ ജാക്ക് അവിടെ കുറച്ച് വെപ്പൺസ്
ഉണ്ട്, സ്റ്റീലും ഇരുമ്പും പോലത്തെ. അങ്ങനെ കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. അതിൻ്റെ അകത്ത് ഒരു സ്പെല്ലിങ്ങിൽ ഇതും വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പം അങ്ങനെ പറ്റി കാണുന്നില്ല. അത് വെച്ച് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരാളുണ്ടാവും. ഇപ്പം വാളെടുത്തവൻ മറ്റവനും എടുത്തിട്ട് ഭരത്തുവിന് കൊടുക്കത്തെ ഫൈറ്റ്. എന്നാൽ ഇത് ഇവൻ്റെ തൊട്ട് മുന്നിൽ കൂടെ ഇങ്ങനെ പോവുക ടോമിൻ്റെ. ടോം അത് വായിച്ചു വെക്കുന്നത്. മമ്മു എന്തൊക്കെ എഴുതിയ ചെയ്യുന്ന ടോമും വിചാരിക്കുക. അതോടെ ആ സീൻ പെട്ടെന്നൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഗ്രെഡിനെയാണ് കാണിക്കുന്നത്. അപ്പം ഗ്രെഡിൻ്റെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. അത് നോക്കിയിട്ട് ഒരു വണ്ടി വെച്ച് പോയിക്കൊണ്ടിരിക്കുക സ്ഥലത്തേക്ക്. സ്ഥലം എത്തിയപ്പോഴോ അത് മിഡസ്റ്റിയൻ കേവാണ്. അപ്പം ഗ്രെഡ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന കാബ് അൽവാരോ വേഴ്സസ് 99 ആണല്ലോ, C99. അപ്പോൾ അതിൻ്റെ കീ നമ്മളെ ജുവാൻ ജാക്കിൻ്റെ കയ്യിലാണല്ലോ. ജുവാൻ ജാക്കിനെ തപ്പി പെട്ടെന്ന് ഒറ്റൊരു ഓട്ടം. അപ്പോഴാണ് ഈ ഭരത്ത് നിൻ്റെ കയ്യിൽ ഇനി മോഷ്ടിച്ചെന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റേ എടുത്ത് അത് കാവിൻ്റെ കീ ആയിരുന്നു. അപ്പോൾ ടോം വേണേ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയാം. അപ്പോൾ അഭിനവസ് പോയി ആ കീനങ്ങ് പിടിച്ച്. എന്നാൽ ഗ്രെഡ് നോക്കുമ്പോൾ ഗ്രെഡ് അപ്പം എത്തിയിരുന്നു കേട്ടോ. അന്നേരം ഗ്രെഡ് ഒറ്റൊരു ചവിട്ട് മറ്റേ അഭിനവസ് അയ്യോ അമ്മച്ചി എന്ന് അവന് വീഴുക. അതോടെ ഗ്രെഡിന് കീ കിട്ടി. പക്ഷെ വണ്ടിക്ക് കുറച്ചൊന്ന് പരിക്കുണ്ടായിരുന്നു. മോഷ്ടിച്ചതിനും ഇതിന് മുമ്പേ തല്ലം കൊടുക്കാനങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ആ ഭരത്തിനെ കാണുന്നത്. ഭരത്ത് കൂടെ ഉണ്ടല്ലേ എടുത്തിട്ട് അവൻ പെട്ടെന്ന് പോയിട്ട് രണ്ടാവൻ തല്ല് നിർത്താൻ നോക്കുകയാണ്. പക്ഷെ ഓനും തല്ല് കിട്ടി. അപ്പോൾ ഓനും തല്ല് കൂടാൻ തുടങ്ങി ഓരപ്പരം. അങ്ങനെ ഓന് ഒരടിച്ച് ഇപ്പം ഓൾമോസ്റ്റ് ഫൈറ്റ് ഇതായിപ്പോൾ നിർത്താൻ ഓൻ പറഞ്ഞിട്ട് ഗ്രെഡ് രണ്ടവൻ തല്ലി മാറ്റി. അപ്പോൾ ടോമും ഡിമിയൊക്കെ ഇവിടെ അതിന് സഹായിച്ച്. അപ്പോഴാണ് വാറൊക്കെ അങ്ങോട്ട് പോട്ടെ അവനെ മേലോട്ട് നിറഞ്ഞിട്ടോ. പക്ഷെ കറക്റ്റ് അത് ഒരു ഡൈസിൻ്റെ പൗച്ചിലായിരുന്നു തട്ടി. ആ പൗച്ച് മുറിഞ്ഞിട്ട് ആ 2 ഡൈസ് നിലത്തേക്ക് വീണ്. അമ്മോ വീഴത് പറഞ്ഞിട്ട് മറ്റേ ഡിമി ചാടി. അല്ലെ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് ഗ്രെഡ് ഒന്ന് ചാടി നോക്കി. എന്നാൽ രണ്ടാളും കൂടെ മേത്ത് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡൈസ് നേലങ്ങ് വീണ്. അപ്പോൾ ടോം നോക്കുക, 6ഉം 4ഉം ഭാഗ്യം 6 7 ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ലൈറ്റനിങ് പോലെ എന്തോ വന്നിട്ട് സീൻ ഫുൾ ബാക്കൗട്ട് ചെയ്തിട്ട് ഇൻ്റർവെല്ലെന്ന് കാണിക്കുക. അതോടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫാണ് തുടങ്ങാൻ പോകുന്നത്. അന്നേ വേറൊരു പ്ലാനിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു മില്ലി സെക്കൻഡ് എന്തോ ഒരു പ്രഷർ വരുന്ന പോലെ തോന്നിയിരുന്നു. പിന്നെ ഒരു വെടിയായി. അപ്പോൾ ഓരോ കൈയും നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡറിൽ ഒരു ഗ്ലോയിങ് ലൈറ്റ് ഉണ്ട്. ഇത് ഭൂമിയല്ല. ടോം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്ന് പറയുകയാണ്. പിന്നെ നമുക്കെന്താ പറ്റിയത് എന്ന് ടോം ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ വാച്ചിൽ മറ്റേ റൈഡാബിൾ പോലെ ഇത് കാണിക്കുന്നില്ല. ഭൂമിയിലാകുമ്പോൾ വീഡിയോ വേവ് സിഗ്നൽസ് വേറെയും അവൻ്റെ വാച്ചിൽ കാണാൻ പറ്റും. അതൊന്നും കാണുന്നില്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേർ വന്നിട്ട് പോകും കേട്ടോ. വീഡിയോത്തെ പോലെയല്ല, ആകെ 3 പേർ വന്നിട്ട് പോകും. അഭിനവസ്, ഡിമി, ടോം. അന്നേരം അഭിനവസ്, ഡിമി, ടോം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാം. എന്നാൽ അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നാൽ ബാക്കി പോരവിടെ പോയി. ഇനിയിപ്പം ഡൈസ് ടെലിപ്പോർട്ടിങ് തിങ് ആണോ? 6 പറഞ്ഞ ഒരു ഗ്രഹം, 4 പറഞ്ഞ വേറൊരു ഗ്രഹം, ഒരു 4 സൈഡിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് നമ്മളെ അഭിനവസ് ഒരു പ്രപ്പോസൽ നടത്തുന്നുണ്ട്. അന്നേരം ആ പ്രപ്പോസൽ ഇറ്റ്സ് എ പോസിബിൾ തിങ് എന്ന് ഡിമി പറയുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു ഏലിയൻ അങ്ങോട്ട് വരുന്നത്. പക്ഷേ അവനെ കാണുമ്പോൾ മനുഷ്യനെ പോലെയാണ്. ഇവിടെ മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ ചോദിക്കുകയാണ്. അപ്പം ഏലിയൻ പറയുന്നത് തിരിച്ച് പറയുന്നത് അത് ഓരോ ലാംഗ്വേജിൽ തന്നെയാണ് കേൾക്കുന്നത്. ഐ ആം എ ഏലിയൻ. നിങ്ങൾ ഇത് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടെലിപ്പോർട്ടേഷൻ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കവർ നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ലൈറ്റ് ബോർഡർ പോലെ തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നത് നിങ്ങളുടെ ലോകമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും തോന്നുക. ഞങ്ങളുടെ ഫേസ് ഹ്യൂമൻസിനെ പോലെയാവും. ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലായിരിക്കും വരിക. നിങ്ങൾക്ക് ഓക്സിജൻ അതൊക്കെ എല്ലാ എലമെൻസും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതായിട്ട് മാറും ഈ ഒരു ഇതിന് ശേഷം. ഓ അങ്ങനെയാണെന്നല്ലേ ഡിമി ചോദിക്കുക. എന്ത് അന്നേരം നിങ്ങൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലാണോ വേറെ എവിടെയാണെന്ന് അഭിനവസ് കുറച്ച് ഇതായിട്ട് ചോദിക്കുകയാണ്. അപ്പം പറയാ ബി കൂൾ ഡൗൺ മിസ്റ്റർ അഭിനവസ് എന്ന് അഭിനവസ് പറയാം കേട്ടോ. എന്തായാലും കൂൾ ഡൗൺ ചെയ്യുമ്പോൾ ഇത്
ഇപ്പോൾ പ്ലാനറ്റിലേക്ക് വരുന്ന ഒരു ടെലിപ്പോർട്ടേഷൻ പാത്താണ്. അത് അടുത്തൊരു കുറേ ഉണ്ട്, 16 18 അങ്ങനെ എന്തോ ഒരു കണക്കാണ്. അതാകെ 3 വട്ടം ആരൊക്കെയോ യൂസ് ചെയ്തിട്ട് അത് പല പല സ്ഥലത്താണെന്ന് പറയുക. അത് അന്നേരം ഈ ഡൈസ് കുറേ ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുക. ഡൈസ് ആയിട്ടല്ല, പല പല രൂപത്തിലാണ് അത് ഇതാക്കുന്നത് പറയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഫുൾ സ്റ്റോറി ഇതാകുന്നത്. പണ്ട് ഇവിടെ ഒരു വാവ് കിടന്നിരുന്നു. അപ്പം ഹ്യൂമൻസിനെ ചില ആൾക്കാരായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ ഐഡിയാസൊക്കെ ഇതാക്കാനും പിന്നെ ഓരോതൊക്കെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പോർട്ടൽസായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തു ഈ ഡൈസുകൾ. അതങ്ങനെ അന്ന് കുറേ ഉണ്ടായിരുന്നു. അത് ഭൂമിയിലെ പല പല പ്ലേസിലായിരുന്നു. അത് ഇതേപോലെ സീക്രട്ട് ആയിരുന്നില്ല ഇന്നത്തെ പോലെ. അങ്ങനെ ആ പ്ലേസിൽ പണ്ടാണ്. അപ്പം ഒരു സ്ഥലത്തെ ഫേമസ് ആയിട്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ലാംഗ്വേജാണ് ഞങ്ങൾ അതിൻ്റെ ഇതിലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ സംസ്കൃത് ഉപയോഗിച്ചത്. പക്ഷേ സംസ്കൃത് അവിടെ ഗ്രീസിലെന്ന് ചോദിക്കുകയാണ്. സംസ്കൃത് പറഞ്ഞാൽ ഏഷ്യൻ ലാംഗ്വേജ് ഐ തിങ്ക്. ഏഷ്യത്തെ ലാംഗ്വേജ് തന്നെ. സൗത്ത് ഏഷ്യൻ മെയിൻലി എന്ന് അഭിനവസ് പറയാണ്. അത് സംഭവം എന്താ വെച്ചാൽ നമ്മളെ അത് ഓരോ റീജിയൻ വെച്ചിട്ടാണ്. അപ്പം ചൈനീസ് തന്നെയായിരുന്നു, ഇന്ത്യയിലായിരുന്നു. പക്ഷേ അത് വേറെ എന്തോ കാരണത്തിൽ ഇവിടെ ഒരു വാവ് സ്റ്റോപ്പായി, ഹ്യൂമൻസിൻ്റെ ഇൻ്റർഫിയറൻസ് നിർത്തി. അങ്ങനെ അത് ഫുള്ളും ഒരിത് കാരണം സ്റ്റോപ്പായി. അതിനാ ഫുള്ള് പിന്നെ പതുക്കെ പറഞ്ഞു തരാമെന്ന് ഇവൻ പറയുന്നുണ്ട്, ഈ ഏലിയൻ. അന്നേരം ഏലിയനോട് ചോദിക്കാം, നിൻ്റെ പേരെന്താ? അങ്ങനെ പ്രത്യേകിച്ചൊരു പേരില്ല, തൽക്കാലം മിസ്റ്റർ ഏലിയൻ തന്നെ വിളിച്ചോന്ന് അറിയാം. അത് പോരല്ലോ എന്ന് അഭിനവസ് പറയുന്നുണ്ട്. അദ്ദേഹം ഒന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ ഏലിയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിനവസ് പറയാം അലാവസ്. അതങ്ങനെ ഉണ്ട് ചോദിക്കുക. ഓക്കെ, എന്നാൽ അലാവസാണ് അലാവസ്. അന്നേരം ഇവൻ ചോദിക്കുകയാണ് ടോം, എന്നാൽ മിസ്റ്റർ അലാവസ്, അന്നേരം ഇത് പല പല സ്ഥലത്തേക്ക് സ്വിച്ച് ആകാനുള്ള കാരണം എന്താണ്? അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് പോർക്ക് അറിയാത്ത ഭാഗത്തേക്ക് ആക്കിയത്. പക്ഷെ അത് ഒരു ഡിസ്റ്റൻസ് വെച്ച് കൂട്ടാൻ പറ്റും. എന്നാൽ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാനും പറ്റില്ല. എന്നാൽ പലതും പല സ്ഥലത്തേക്ക് സ്വിച്ച് ആകുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ എർത്തിലിപ്പം ഉദാഹരണത്തിന് ഇന്ത്യയിലിപ്പം കേരളത്തിലിപ്പോൾ സാധനം അത് കേരളത്തിൽ നിന്ന് പോയിട്ട് ഗ്രീസിലേക്ക് പോയി. പക്ഷേ ഗ്രീസിൽ നിന്ന് തിരിച്ച് വരുന്ന സാധനമോ വല്ല ഗോവയിലെങ്ങാനേക്കും പോയിട്ടുണ്ടാവുക. അതാണ് സംഭവം. അത് ഗ്രീസിലിപ്പോൾ സാധനമാവില്ല. ഗ്രീസിൽ വേറെ സ്റ്റേറ്റിലിപ്പോൾ സാധനമാവും. എന്ന് വെച്ചാൽ ഗ്രീസിൽ വേറെ സ്റ്റേറ്റിലിപ്പോൾ സാധനം വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നു. കേരളയിൽ നിന്ന് സാധനം ആ സ്റ്റേറ്റ് അല്ല, ഇതിനോട് കുറച്ചും കൂടി ദൂരെ സ്റ്റേറ്റിൽ പോകുന്നു. അങ്ങനെ സീക്രട്ട് സ്ഥലത്താണ് ഇത് പോകുന്നത് എന്ന് പറയുന്നു. അന്നേരം മറ്റേ ഞങ്ങളിപ്പം പോയത് അങ്ങനത്തെ സ്ഥലമല്ലേ? യെസ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കുറേ എലമെൻ്റൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഹ്യൂമൻ ഇതെന്ന്. അപ്പോൾ ഇവിടെ നമ്മളെ ഇത് കാണുന്നുണ്ട്, കുറേ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വാലോ, ഇവിടെ എന്തൊക്കെ ഗൺസ് ഇതൊക്കെ വർക്കാവും ഇത് ചോദിക്കുകയാണ് ടോം വെറുതെ. ഇവിടെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ടെക്നോളജി അറിയില്ലല്ലോ. റെഗുലർ ഗൺസ്, പ്ലാസ്മ ബസ്റ്റർ, അങ്ങനെ കുറേ കാര്യം പറയുന്നുണ്ട്. എന്നിടയ്ക്ക് പ്ലാസ്മ ബസ്റ്റർ പോകുമ്പോൾ വെറുതെ ഒന്ന് കൂട്ടിച്ചേർത്തതാണ്. അത് വർക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുക. ഇവിടെ അതിന് വേണ്ട എലമെൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഒരു പ്ലാസ്മ ബസ്റ്റർ വർക്കാവും. പിന്നെ അതിന് നല്ല പവറും ഉണ്ടാവും ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഒന്ന് അറിയുക. അത് ഉണ്ടാക്കാൻ ഇവിടെ ഒരാൾക്ക് പോലും അറിയില്ല. ഇവിടുത്തെ മെയിൻ ഇവർക്ക് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്റ്റേറ്റിൽ വാവലാണ്. അപ്പോൾ നിങ്ങൾ റോങ് ടൈമിലാണ് സത്യം പറഞ്ഞാൽ വന്നത്. നിങ്ങൾ ഇവിടെ പെട്ടുപോയി എന്ന് പറയുക. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ എന്താ വഴി ചോദിച്ചപ്പം അത് പണ്ടത്തെ ഡൈസ് കണ്ടുപിടിക്കണം എന്നാണ് വഴിയെന്ന് പറയുക. പണ്ടത്തെ ഡൈസ് എവിടെ ഉണ്ടാവാമെന്ന് ഡിമി ചോദിക്കുകയാണ്. അന്നേരം ഡിമി, നീ ഗ്രീസിൽ വാവല്ലേ? അപ്പം ഗ്രീസിൽ പണ്ട് എവിടെയായിരുന്നു ഇതുണ്ടായിരുന്നത്? നീ വല്ല ബുക്കിൽ അങ്ങ് വായിച്ചെന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. ഇങ്ങനെ ഫെയറി ടെയിൽസ് പോലത്തെ അങ്ങനെ ടെയിൽസിലേക്ക് അത് ഉണ്ടാവുക. അത് അങ്ങനെ ആർക്കിയോളജിക്കൽ അങ്ങനത്തെ ഇതില്ല എന്ന് ഡിമി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും ഇതിന് തിരിച്ചു പോകാൻ പറ്റുന്നതാ ഇതേപോലത്തെ 2 ഡൈസ് കണ്ടുപിടിക്കുക. ഇതേപോലത്തെ 2 ഡൈസ് ഈ വേൾഡിലുണ്ട്. യെസ്, ഈ വേൾഡ് പക്ഷെ പല പല സ്ഥലത്ത് ഒപ്പിച്ച് വെച്ച പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ അലാവസ് പറയാണ്, എന്ന് വെച്ചാൽ ഏലിയൻ പറയാണ്, നിങ്ങളെന്തായാലും ഇവിടെ
സൂക്ഷിച്ച് ഇതൊക്കെ ആക്കി പോകണം. ഇങ്ങ ഏലിയനായിട്ട് തന്നെ കാണുന്ന ബാക്കി ഒരു എന്നാൽ സാധാ പോലെ സംസാരിച്ചാൽ മതി. ഈ ഒരു തിങ്ങ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയാണ്. ഇതെന്തിനാ ഇങ്ങനെ തിങ്ങ് എങ്ങനെയാണ് ഇൻക്ലൂഡ് ആയത് എന്ന് ടോമി ചോദിക്കുകയാണ്. അത് പണ്ട് ആ വാവിൻ്റെ ടൈമിൽ തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റിങ്ങിന് വേണ്ടി ഇതാക്കിയതാണ്. ഇത് നിർത്തിയിട്ട് പോലും അത് ജസ്റ്റ് ഇതാക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഡൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർത്തണമെന്ന് നിർത്തണമെന്ന് ഉണ്ടെന്ന് പറയുക. അത് ഹ്യൂമൻസ് വന്നിട്ട് അത് പ്രശ്നമുണ്ടാകും. അന്ന് ഇതുവരെ 2 ആൾക്കാർ ഇങ്ങനെ വന്നതിനും പറഞ്ഞില്ലേ. ഓരെ പറ്റി ഓരും ഇതേപോലെ വാവ് ടൈമിൽ വാവ് ഇവിടെ ഇതുവരെ തീർന്നിക്കില്ല. അന്നുണ്ടായിരുന്ന വാവിനെ വന്നിട്ട് ആ വാവിൻ്റെ ഉള്ളിൽ വിളിച്ച് ചില ദുഷ്ടന്മാർക്ക് വേണ്ടി ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാൻ നിന്ന്, അല്ലെങ്കിൽ നല്ലവർക്ക് അങ്ങനെ ആരെ സൈഡ് പിടിച്ചതെന്ന് കറക്റ്റായിട്ടും ഇങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നീ നല്ല അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡ് വിശ്വസിക്കാമല്ലേ ആ സൈഡ് വിശ്വസിക്കാമെന്ന് ഇവരും പറയുന്നുണ്ട്. അത് നല്ലൊരു ഒപ്പീനിയനാണല്ലോ എന്ന് അഭിനവസ് എന്ന് പറയാണ്. ഇവിടുത്തെ ഫുൾ വാവിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു തരും പറയാൻ തുടങ്ങുന്നു. പണ്ട് ഇവിടെ ഒരു കിങ് ഉണ്ടായിരുന്നു, കുറച്ച് പണ്ട്. ആ കിങ് എല്ലാ ഇതും നല്ല ഭരണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം നല്ലോണം രൂപ ചെയ്യുന്ന പെറ്റ്സിനെയൊക്കെ ഇതാക്കുന്നു, സൊസൈറ്റിയിൽ നന്നാക്കുന്നു. അങ്ങനെ ഒരു നല്ല കിങ് ആയിരുന്നു. ആ കിങ്ങിൻ്റെ പേര് മമ്മു എന്നായിരുന്നു. അപ്പം ടോമി ചോദിക്കുക, ഇതെന്ത് കോമഡി പേരാ ഇങ്ങനത്തെ ഇങ്ങനെ ലാംഗ്വേജിലാക്കുമ്പോൾ കോമഡി പേരാകും, ട്രാൻസ്ലേഷൻ പോലെയല്ലേ ഇത്. അപ്പം ഞങ്ങളിതിൽ വേറെ പേരാകുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയാണ്. പിന്നെ അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് പീപ്പിൾസിൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയാണ് എല്ലാവസ്. ഓക്കെ സാർ എന്ന് ഇവനും പറയുന്നുണ്ട്. അന്നേരം അവന് ശേഷം കുറേ ഇതായിട്ട് കിങ്സ് തന്നെയാണ് ഭരിച്ചത്. പക്ഷേ ഓരൊന്നും അവൻ്റെ അത്ര നല്ലതും അല്ലായിരുന്നു. ഓരൊക്കെ ഡിസ്ക്രിമിനേറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ടൈമിൽ കിങ്ങിൻ്റെ ഏതോ റിലേറ്റീവ് വലിയ ഡേഞ്ചറസ് ഫിഷിനെ ഇതില്ലാതെ ഡേഞ്ചറസ് അല്ല, ഇതിലാണ് ഡേഞ്ചറസ്. പണ്ടത്തെ ഡേഞ്ചറസ് സീ ക്രീച്ചേഴ്സിനെ പോലെ വരും അതൊക്കെ. ഓക്കെ എന്ന് ടോം പറയാണ്. അന്നേരം ആ സീ ക്രീച്ചേഴ്സിന് അങ്ങനത്തെ ഒരു ഇത് ഞങ്ങളൊക്കെ ഉപയോഗിക്കലുണ്ട്. ഓർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഓർക്ക് ഫുഡൊക്കെ കൊടുക്കലുണ്ട്. അന്നേരം ഇവർ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. അവർക്ക് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സീ ക്രീച്ചേഴ്സിനും ചെറുതായിട്ട് അറിയാം, ആ ക്രീച്ചേഴ്സിനൊക്കെ. എന്നാൽ ആ ക്രീച്ചേഴ്സിന് ചെറിയൊരു ഇതുണ്ട്, ഓരോട് ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ കിങ്ങിൻ്റെ ഏതോ റിലേറ്റീവായ ഒരു ബോയ് അങ്ങോട്ട് എടുത്ത് അവൻ്റെ ചാടിപ്പോയി. പക്ഷേ ആ സീ ക്രീച്ചേഴ്സ് വെറുതെ വിട്ടില്ല. അതോടെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ കിങ് ഇതാക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ അത് എതിർത്തു. അങ്ങനെ അത് വലിയൊരു വാവ് പോലെയായി. അന്നേരം അത് ഓൾ പ്ലാനറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? കിങ്ങിൻ്റെ സൈഡ് അങ്ങനെ ആരും നിൽക്കാൻ ചാൻസ് ഇല്ലല്ലോ പറയുക. കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇത്. അപ്പം നിങ്ങൾ നല്ല ഫൈറ്റ് ചെയ്താൽ നമുക്ക് ജയിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം എത്ര കാലമായി ഫൈറ്റ് നിൽക്കുന്നത്? ഒരു രീതി നോക്കുമ്പം കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്ക് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് അലാവിസ് പറയുന്നുണ്ട്. അപ്പം ഡിമി മനസ്സിലായി. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ ജന്തുക്കളെ ഉണ്ടാക്കുന്നു, നിങ്ങൾ അത്ര നന്നായിട്ട് ഓരോ ഭരിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ. യെസ്, നിങ്ങൾ അത്ര അങ്ങനെ അടങ്ങി നിൽക്കില്ല. അന്നേരം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പിന്നെ ഞങ്ങളെ തവിട്ട പോലെ ഒരിക്കലും ഒരു വിചാരിക്കുക എന്ന് അല്ലേ എന്ന് ഡിമി ചോദിക്കുക. യെസ്, അതേപോലെ ആവും. പിന്നെ നിങ്ങൾക്ക് ആ സീ ക്രീച്ചേഴ്സിന് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. ഓരോട് തന്നെ പറയാൻ ഓർക്ക് ടോക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷെ ഒരു നല്ല ഇതാണ്, ഓരാണ് ഞങ്ങളെ ഈ വാവിൽ സഹായിക്കുന്നത് പറയുക. അതങ്ങനെ ഒരു സീ കൂടെയും വരും. അന്ന് സീ വേസ് ബ്ലോക്ക് ചെയ്യുന്ന ഞങ്ങൾ അവിടെ ക്രീച്ചേഴ്സാണ്. അന്നേരം അപ്പുറത്ത് ഓരോ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ പല ടൈപ്പ് ക്രീച്ചേഴ്സും ഉണ്ട്. അന്നേരം അതിൻ്റെ ഹോളോഗ്രാമിക് ഇമേജ് കാണിച്ചു കൊടുക്കുക. അപ്പം ഇതെന്താ ഒരു പോവാർ ബേവ് ഒരു വലിയ ഫിഷിൻ്റെ മേലെ കയറി വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആർമീൻ്റെ സിമ്പിളായി അറിയാം. എന്നാൽ പോവാർ ബേവ് എന്നതിൻ്റെ ഇതെന്താ? അത് മിസ്റ്റർ മമ്മു ഫസ്റ്റ് ഉണ്ടായപ്പം അവർക്ക് ഇതുണ്ടായിരുന്നു, സെക്യൂരിറ്റി ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട്
വീക്കായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ കേട്ടോ, ആദ്യമായിട്ട് വന്നപ്പോൾ. അപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവൻ നല്ല ഈ ഫൈറ്റിങ്സൊക്കെ ഫൈറ്റിങ് വന്നു. അപ്പോൾ അവനെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് തന്നെ ഒരു ആനിമലായിട്ട് വന്നിട്ട്, പക്ഷെ അവന് ഈ പവേഴ്സൊക്കെ കിട്ടിയപ്പോൾ അവന് കോൺഷ്യസ്നെസ് വന്നിട്ട് അവനെ സഹായിച്ചതായിരുന്നു ആ പോളാർ എന്ന് പറയുക. വൗ, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുക. അല്ല, പക്ഷെ പോളാർ ബെയർ ഓൾമോസ്റ്റ് ഒരു 100 വർഷം ആ ഒരു ടൈമിൽ ആ ടൈം അവിടെ എവിടെ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തിരിച്ചു പോയാൽ 1-2 സെക്കൻഡ്സ് പാസ്റ്റൊക്കെ പോകാൻ പറ്റും. പക്ഷെ നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പോയ ടൈമിൽ നിങ്ങൾ പോയ തൊട്ട് വരാൻ പറ്റും. നിങ്ങൾ ഇത്രയും ടൈം ഫീൽ ചെയ്യില്ല. ഇവിടെ ഇപ്പം 3 മണിക്കൂറായാലും 3 വർഷം നിന്നാലും അവിടെ കറക്റ്റ് നിങ്ങൾ ആ ടൈമിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുകയാണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. അന്നേരം ആ ഡൈസ് വെച്ച് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ടൈം ലൈൻ ഗ്യാപ്പ് വരും. ഞങ്ങളത് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരൂലേ പറയുക. നിങ്ങളങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ടില്ല ആരും. പിന്നെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാത്ത എന്താ വെച്ചാൽ ഞാൻ ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഞങ്ങളെ ഗ്യാങ്ങിൻ്റെ ഒരു ചെറിയ ചീഫാണ്. എന്താ ഞങ്ങളെ ഗ്യാങ് അല്ല, മെയിനായിട്ട് ഗ്യാങ്ങൊന്നുമല്ല, ഏറ്റവും ലോക്കൽ ഗ്യാങ്ങിൻ്റെ ഏറ്റവും ചെറിയ ചീഫാണ് ഞാൻ. വൗ, വാട്ട് എ ഗ്രേറ്റ് മാൻ എന്ന് ഇവൻ പറയുന്നുണ്ട് അഭിനവസ്. കവയാക്കണ്ട മോനെ, കവയാക്കണ്ട. ഞങ്ങൾക്ക് നിങ്ങളെ ഒരു കൺട്രീൻ്റെ ഫോഴ്സിനേക്കാളും ഇതുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം പോപ്പുലേഷൻ ഉണ്ടല്ലേ. യെസ്, ഇറ്റ്സ് എ ബിഗ് പ്ലാനറ്റ് എന്ന് പറയുന്നുണ്ട് ഇവൻ. അപ്പോൾ ആണ് അലാവസിനോട് ചോദിക്കുന്നത്, അലാവസ് ബ്രോ, ഇവിടെ അന്നേരം നിങ്ങൾക്ക് പ്ലാസ്മ ഇത് ഉപയോഗിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഒരു തയ്യാറാക്കണ്ടേന്ന് ചോദിക്കുമ്പം ടോം അത് തയ്യാറാക്കി കഴിഞ്ഞു, ഒരു ചെറിയ ഗൺ. എന്നാൽ അതിൻ്റെ പവർ വേസ്റ്റ് ചെയ്യാൻ അലാവസിൻ്റെ ഈ മതിലേക്ക് ഒന്ന് അടിച്ചു നോക്കിട്ടോ. അപ്പം മതിലേ പൊട്ടി. വാവ്, യു ആർ എ ജീനിയസ്, യു ക്രിയേറ്റഡ് ദിസ് എന്ന് ചോദിക്കുക. എന്നാൽ അവൻ്റെ വാച്ചിൽ പല പല റേഡിയോ സിഗ്നൽസ് ഇപ്പോൾ വരുന്നുണ്ട്. ഓ, അന്നേരം ഇവിടുത്തെ സിഗ്നലും അതൊക്കെ മാറ്റുമല്ലേ ചോദിക്കുന്നുണ്ട്. അല്ല, സിഗ്നൽ മാറ്റിയല്ല, അത് ഞങ്ങളെ റേഡിയോ സിഗ്നൽസ് വേറെ ടൈപ്പാണ്. അത് നിങ്ങൾക്ക് വേറെ രീതിയിലേക്കും കിട്ടുക ഏതോ ഇതുപോലെ. അതിൻ്റെ അർത്ഥം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ചോദിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു റേഡിയോ വേവ് ഉണ്ടായി, അതിൻ്റെ സിഗ്നൽ വേറെ എന്തൊക്കെയോ ആണ്. ആ സിഗ്നൽ ഈ സിഗ്നലൊക്കെ വെച്ച് കോഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയായിരിക്കാം എന്ന് ഇവനും പറയുന്നുണ്ട് അലാവസ്. ഓനും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ അറിയില്ല. അങ്ങനെ പറയുന്നതല്ലേ പറയാൻ പറ്റൂ. എന്നാൽ ചെറിയ കണ്ണ് വെച്ച് തന്നെ എത്ര പറ്റുകയാണെങ്കിൽ ഒരു വലിയ കണ്ണുണ്ടാക്കാൻ തയ്യാറാകാണ്. എന്നാൽ അതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. പിന്നെ കുറച്ച് ഭാഗത്ത് കാണിക്കുന്നു, അതിൻ്റെ സാധനം വാങ്ങുന്നു. സാധനം വാങ്ങുക തന്നെ അവിടെ ആ പ്ലാനറ്റ് കിട്ടുന്ന ഇതൊക്കെ. പിന്നെ ഭൂമിയിൽ നിന്ന് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നൊരു പ്ലാസ്മ ബാസ്റ്റർ സെറ്റായിട്ട് ഉണ്ടാക്കുകയാണ്. എന്നാൽ അതിന് വേണ്ട എലമെൻസും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ ആ എലമെൻസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതെ ഇതും ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഗ്യാസ് പുറത്തിട്ടിട്ട് ആ ഒരു ഇതിനെ ഫുള്ളി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസിലേക്ക് മാറ്റുന്ന ഒരു മെഷീൻ പോലത്തെ ഇത്. പക്ഷെ അതും കൂടെ എടുക്കണം മാത്രം. അപ്പം അതും കൊണ്ട് പോവുക കേട്ടോ. അന്നേരം ഈ വാവിൽ മറ്റൊരു കയ്യിൽ എന്തൊക്കെ വെപ്പൺസ് ഉണ്ട് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരിടത്തേക്ക് കുറേ ഇത് വന്ന് ഓരോ ഫൈറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് കൊല്ലാനാവുന്ന പോലെ ആക്കുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പോഴാണ് ഇവിടുത്തെ സ്പീഡ് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ പ്ലാസ്മ ഗണ്ണ് വെച്ച് അവിടെ നിന്ന് ഒരു ഷൂട്ട് എടുത്താണ്, ചെറിയ പ്ലാസ്മ ഗണ്ണ് വെച്ച്. അപ്പോൾ തന്നെ ഒരു തെറിച്ച് പോവുകയാണ്. ഇതിന് അത്യാവശ്യം ഇതുണ്ടല്ലേ എന്ന് ചോദിക്കുക. പക്ഷെ അവിടെ ഭയങ്കര ഇതെടുത്ത് എല്ലാം പരിക്ക് പറ്റിയിരുന്നു. എന്നാൽ തൽക്കാലം പ്ലാസ്മ ഗണ്ണ് വെച്ച് മുന്നോട്ട് വിടുന്നവരൊക്കെ ഫൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോ ടീമിൻ്റെ ഉദ്ദേശിച്ച് ആൾക്കാരെ വിചാരിച്ചിട്ട് എന്ന് വെച്ചാൽ ഓൻ്റെ ടീമല്ലേ, അലാവസിൻ്റെ ടീമിലെ ആൾക്കാരും നല്ല ആൾക്കാരും കൂടെ ഓരെ നോക്കി വരുന്നുണ്ട്. എല്ലാവരെയും ബ്ലാസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. നീ എന്താ കാട്ടിയത്, ഇപ്പോൾ നമുക്ക് ആവില്ലാത്ത പറയാമല്ലോ. എന്നാൽ നിനക്കത് കുഴപ്പമില്ലല്ലോ ബേബിയ. അത് ശരി, എന്നെ ആരും കണ്ടിക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. എന്നാൽ തൽക്കാലം ഒരു വീട് പോലത്തെ സ്ഥലത്ത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പം ടോമിന് മനസ്സിലായി ഇനി വാവിലൊന്നും ഉൾപ്പെടണ്ട. അന്നേരം അലാവസിനോട് ലാസ്റ്റായിട്ട് ഒരു കാര്യം ചോദിക്കാം, നീ ആ വാവ പോയിക്കോ, ഞാൻ പ്ലാസ്മ ഗൺസ് വേണമെങ്കിൽ റെഡിയാക്കി തരാം, പക്ഷെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണണം, ഒരു വാവ തന്നെ ആവൂലേ എന്ന് ചോദിക്കുക.
ഒരു പാപത്തിൻ്റെ ആവും, പക്ഷേ ഒരു കാണാനുള്ള വഴിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് മറ്റോരെ സൈഡിൽ മറ്റേ പോളബേവിൻ്റെ സിനിമൻ്റെ സ്യൂട്ടുണ്ട്, ഒരു ആർമീൻ്റെ ഇതിൻ്റെ ആ സ്യൂട്ട് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് ഇതിൻ്റെ പകരം ഒരു 10 പ്ലാസ്മ ഗണ്ണാണെങ്കിൽ ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എലവൻസ് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ ഒരു 5 എണ്ണം അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരാ സ്യൂട്ട് ഇട്ടിട്ട് അപ്പുറത്തെ ഇതിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് വയസ്സായ. ഓരോട് ചോദിക്കുകയാണ് ഇതിൻ്റെ കുറിച്ച്, വെറുതെ ഒരു കാര്യം ചോദിക്കുന്ന പോലെ. നിങ്ങൾ ഒന്ന് വാവിന് പോകുന്നില്ല എന്നാൽ ഒരാളെ കണ്ടപ്പം ഫസ്റ്റ് ചോദിക്കുന്നത്. അയാളുടെ പേരായിരുന്നു ലിയം അലോൻസോ. അന്നേരം ലിയം അലോൻസോ പറയാണ്, ഇതിപ്പം കുറേ ഇതായിട്ട് ഇതാകാം, നിങ്ങൾ എന്തിനാ ഇത്ര പഴയ കാര്യം ചോദിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ സിറ്റിസണാണെങ്കിൽ വാവ് പോകുന്നല്ലേ, ഇതിങ്ങനെ കാര്യമില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കേൾക്കുന്നത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പറഞ്ഞത് ഇതിങ്ങനെ കാര്യമില്ലാത്ത സംഭവമല്ലേ, വാവിൻ്റെ ലോജിക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ഓരോ സൈഡിൽ നിന്ന്. ആദ്യമായിട്ട് നിങ്ങൾ ഇത് കാണുന്നത്, നിങ്ങൾ ഫ്രഷ് മൈൻഡാണെന്ന് ഇവൻ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ കിങ്ങിൻ്റെ ഒരു അഡ്വൈസറും കൂടിയാണ്. അത് ഇങ്ങനത്തെ ഒരാൾ വന്നതെന്ന് അവിടുത്തെ കിങ്ങിനോടൊന്ന് പറയാണ്. അപ്പം കിങ് ഇവരെ വിളിച്ച് വരുത്തുകയാണ്. അപ്പം ആ കോട്ടേനെ മുന്നിൽ വരുമ്പോൾ എന്തോ ഒരു ഇത് കാണുന്നുണ്ട്, സ്റ്റാച്ചു പോലെ. പക്ഷേ അതിനെ അവർക്ക് ഫുള്ളി കാണാൻ പറ്റുന്നില്ല. അവിടുത്തെ സ്റ്റാറിൻ്റെ ആ ലൈറ്റ് വരണം. അന്നേരം ഒരാൾ കിങ്ങിൻ്റെ ഇതിൽ പോയിട്ട് കിങ് സംസാരിക്കാം, നിങ്ങളിപ്പോൾ ഇവിടെ ആവണമെങ്കിൽ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ, നിങ്ങൾ സത്യം പറ, നിങ്ങൾ എവിടെ നിന്ന് വന്നത് ചോദിക്കുക. എന്നാലും കിങ്ങിൻ്റെ പവേഴ്സ് ഒരു സ്കാനറിന് കൊടുത്തിട്ട് ആ സ്കാനർ ഇവരെ സ്കാൻ ചെയ്യാൻ പോവുകയാണ്. അന്നേരം ഇവരെ ഒരു ബ്ലാസ്റ്റർ ഓരോ മേത്ത് വെച്ചിരിക്കുന്നുണ്ട് ഈ പ്രശ്നം വരെ. അപ്പോൾ ഫസ്റ്റ് ടോമിനെയും ഇവനെയാണ് സ്കാൻ ചെയ്യാൻ പോകുന്നത്, ഡിമീനെ. അപ്പം അഭിനവസ് അവിടെ വെറുതെ നിൽക്കുകയാണ്. അഭിനവസ് ഇവരെ ഹെൽപ്പിന് ചോദിക്കാൻ ഒരു മെസ്സേജ് പോലെ എന്തോ അയക്കുന്നുമുണ്ട്, എന്തോ സംസാരിക്കുന്നുമുണ്ട്. രണ്ടിൻ്റെ സൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മിന്നൽ എന്ന് വെച്ചാൽ ആ ഒരു പ്ലാനറ്റിലെ മിന്നൽ ഒറിജിനൽ മിന്നൽ പോലെ ആവില്ല, അതും കൂടെ അടിക്കുകയാണ്. അത് സബ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ബ്ലാസ്റ്റ് ആയിട്ട് അവൻ്റെ ആ കവറിങ് ഇല്ലേ ബോഡിയിൽ വരുന്ന ബോർഡർ പോലത്തെ, അത് ടോമിൻ്റെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആകുക, അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്നൊരു വീഡിയോ വേവ് പോലെ എന്തോ ഒരു അതിൻ്റെ അകത്ത് കിട്ടുകയാണ്. പക്ഷെ അത് ഒരു ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് ഒരു ബ്ലാസ്റ്റ് അതിന് ഉണ്ടായത്, അതുകൊണ്ട് വാച്ച് ഓഫായി പോവുകയും ചെയ്തു പവറായിട്ട്. പക്ഷേ ആ മെസ്സേജ് അവൻ്റെ വാച്ചിൽ ഫുള്ളായിട്ട് സേവ്ഡ് ആയി കേട്ടോ. ഒരു വീഡിയോൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കും അറിയില്ല. അപ്പോൾ സേവ് ആയതിനു ശേഷം അത് അറിയുന്നില്ല. അപ്പം ഇവർ വേറെ ഏതോ ഇതെന്ന് വരുന്നതാണ്, അല്ലാണ്ട് ഇത്ര എന്തോ ബ്ലാസ്റ്റ് എടുത്തുന്ന ഇവർ ഏതോ ഡേഞ്ചറസ് ആൾക്കാരായിട്ട് ഇവർ മറ്റൊരു ടീമിന് പതാകും. എന്തായാലും പ്ലാസ്മ ഗൺസ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ആൾക്കാരല്ലായിരുന്നു വന്നത്, പക്ഷെ അത് ഓരോ ടീമേ അല്ല എന്നാണ് പറയുന്നതെന്ന് രാജാവിൻ്റെ ഒരു മന്ത്രി അവയാണ്, വേറൊരു മന്ത്രി. അതെങ്ങനെയാണെന്ന് ചോദിക്കുക. എന്നാൽ വാവിൽ ഒരു 2 അവയും ഒന്നിനും ഇവർ നമ്മളെ മുഴുവൻ ഗ്യാങ്ങിനെയും കൊല്ലാൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് രാജാവിനോട് പറയുകയാണ്. അപ്പം രാജാവ് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടാകാൻ നോക്കുക. പക്ഷെ അവർ ഇങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുന്നത്. എന്തായാലും പിന്നെ അവർക്ക് മനസ്സിലായി, എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് വിടുകയല്ലേ, അവിടെ നിന്നാൽ പോരേനോ എന്ന് ഒരു ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു തിരിച്ചു വരാൻ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ വരുന്നത് മറ്റേ ഏലിയൻസിൻ്റെ പടയാളികൾ. ഒരു കിലനം ഫൈറ്റിംഗ് സീൻസൊക്കെ ഉണ്ട്. അപ്പാണ് ടോമിനൊരു കാര്യം ഇപ്പാണ് ഡൗട്ട് തോന്നുന്നത്. കാരണം ഇവിടെ റേഡിയോ വേവ്സും ഇല്ല, അത് പ്ലാനറ്റ് ആണോ അറിയില്ല. ഇങ്ങനത്തെ ഇതൊക്കെ ഒരു സയൻസ് വിഷൻ പോലെയല്ലേ എല്ലാവർക്കും തോന്നുക. അന്നേരം ഇതൊരു ഇല്യൂഷൻ ചെയ്യുന്നൊരു ഡൈസാണോ എന്ന് ഒരു ഡൗട്ട് തോന്നുകയാണ്. ഇതെത്ര റിയലിസ്റ്റിക് ആയാലും ബാക്കിയുള്ള ഗൈസിനോടും പറയുന്നുണ്ട്. ഓർക്കും ആ ഒരു ഡൗട്ടുണ്ട്, ഇതെങ്ങനെ ഇല്യൂഷനുള്ള മനസ്സിലാക്കണം എന്ന് ഒരു ആലോചിക്കുക. അപ്പം ഒരു പടയാളിനെ ഒരിടത്തേക്ക് വിട്ടിരുന്നു രാജാവ്. നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ ഞങ്ങൾക്കൊരു കോൺട്രാക്റ്റ് പോലെ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പടയാളിനെ പിടിച്ചിട്ട് നീ ആരടാ ചോദിച്ചപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നത്, അതൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്തായാലും അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് വീണ്ടും ഒരു ഇതാണോ ഇല്യൂഷനാണോ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്
ഇലൂഷനിൽ ഗ്ലിച്ച് അടിച്ചാണോ എന്നൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടോമിൻ്റെ വാച്ചിലേക്ക് നോക്കുക. എന്തായാലും ഇതെന്താ ഫ്യൂസ് അടിച്ച പോലെ നിൽക്കുന്നതിന് ചാർജ് ഇല്ല എന്നാൽ ടോമിനൊന്ന് മനസ്സിലായിക്കുന്നുണ്ട്. അതോടെ ടോം ആ കസിലിൻ്റെ ഉള്ളിലേക്ക് കയറി അവരോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിൻ്റെ ആ വെപ്പൺ ഞങ്ങൾക്ക് കൈമാവും, നിനക്ക് സ്വർഗം പോലെ ഇതാക്കാൻ വേണമെങ്കിൽ നീ എവിടെ നിന്ന് വന്നതാണെങ്കിൽ നിന്നെ തിരിച്ചയക്കുക. അങ്ങനെയോ? അന്നേരം എവിടെ നിന്ന് വന്നാൽ എന്നാൽ നീ പറയുന്നത് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിക്ക് എന്നറിയാം. പക്ഷെ ആ ഗൺ ഞാൻ തരില്ല പറയാണ്. അതെന്തുകൊണ്ട് ഞങ്ങളത് കഥയൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ അത് മറ്റേ രീതിയിൽ നോക്കണ്ടേന്ന് ഇവൻ പറയാണ് ടോം. അപ്പോൾ അഭിനവസ് അടിക്കേരി പറയുന്നത് അതന്നെ നിങ്ങളെങ്ങനെ അങ്ങനെ ഒരു തമ്മിലൊരു വലിയ ആർഗ്യൂയിങ് നടക്കുന്നുണ്ട്. എന്നാൽ ആർഗ്യൂയിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിമി ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡിമി ഇവൻ്റെ വാച്ച് നോക്കുന്നത്. അത് ചാർജ് ആകുന്നുണ്ട്. പക്ഷേ ഡിമിക്ക് അറിയില്ലല്ലോ അത് ഇതായിരുന്നു എന്ന്, ചാർജ് കഴിഞ്ഞു എന്ന്. എന്നാലും ഇവിടെ ഇങ്ങനത്തെ സ്റ്റാറ്റിക്കെല്ലാം ചെയ്യൊക്കെ ഉണ്ടല്ലേ, പുറത്തുനിന്ന് തന്നെ ഒരു സാധനം ചാർജ് ആകാനെന്ന് ഡിമിക്കൊന്ന് തോന്നുകയാണ്. അന്നേരമാണ് ഈ രാജാവ് പറയുന്നത് ഇവിടെ എനർജീസൊക്കെ ഭയങ്കരമായിട്ട് ഇതാണ്, ഇങ്ങനത്തെ ഒരു ബ്ലാസ്റ്റിന് എല്ലാ ഇതും നശിപ്പിക്കാൻ പറ്റും. അത് ശരിയാകും, ഇവിടെ ചാർജ് ആകുന്നവരെ ഉണ്ട് എന്ന് ഇവൻ പറഞ്ഞു. അപ്പം രാജാവ് നെറ്റാണ്, ഇവിടെ ഡിവൈസസ് ചാർജ് ആകാൻ അത്ര എനർജി ഇല്ല, പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ ഡിവൈസ് എന്തായാലും ഒരിക്കലും ചാർജ് ആകില്ല എന്ന് ഇവൻ പറയുകയാണ്, നിങ്ങൾ വേറെ ഗ്രഹത്തുനിന്ന് വാവാണെങ്കിൽ. അപ്പോൾ ആണ് ഇവൻ ചോദിക്കുന്നത്, ഡിമി ടോമിനോട് ചോദിക്കുന്നത്, എടാ നീ പവർ ബാങ്ക് വല്ലതും കൊണ്ടുവന്നതിന് ചോദിക്കുക. ഇല്ലല്ലോ, പവർ ബാങ്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്, ഞാൻ എൻ്റെ ഫോണൊന്നും എടുത്തിക്കില്ല എന്ന് ടോം പറയുക. അതല്ലടാ ഇത് എൻ്റെ ചാർജ് ആകുന്നത്. എന്ത്? ടോമിനെ ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. എന്നാൽ അത് എന്തോ ഒരു എനർജിയിലേക്ക് ചാർജ് ആകുന്ന പോലെ. അന്നേരം രാജാവിൻ്റെ അടുത്തേക്ക് ഇത് കാണിക്കാൻ പോകുന്ന ചാർജിങ് നിന്ന പോലെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ടോമിന് മനസ്സിലായി. അതോടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് കാണിക്കുന്ന എന്താ വെച്ചാൽ അലാബസ് ഭവനെയാണ് കാണിക്കുന്നത്. എന്നാൽ അലാബസ് എന്ത് ചെയ്യുക വെച്ചാൽ ഇവരെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇവരെ ബസ്റ്റേഴ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ എക്സ്പ്ലോഷൻ്റെ അത് ഇവിടെയും കേട്ടിരുന്നു. ആ വാവിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രക്ഷനായി നിന്നിരുന്നു. അപ്പോൾ വാവ് അവിടെ അവസാനിപ്പിച്ചിരുന്നു ആ ടൈമിൽ. ഇവരെന്ത് പറ്റിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇവിടെ ഇത് നടന്നതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അതോടെ വീണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവരെ കാണിക്കുകയാണ്. അപ്പോൾ ടോമിന് എന്തോ പെട്ടെന്ന് കത്തി. അപ്പോൾ മഴക്കാറുണ്ടായിരുന്നു, ഒരു ഈവനിങ്ങും ആയിരുന്നു ആ ടൈം. അവൻ പെട്ടെന്ന് കൊട്ടാരത്തിനെ പുറത്തേക്ക് ഓടി ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്താനായപ്പോൾ ഒന്ന് വീണ്. അപ്പോൾ അവനെ നോക്കാൻ കുറേ ആൾക്കാർ വന്ന്. അതിനിടയ്ക്ക് വാച്ച് നല്ലോണം ചാർജ് ആകുന്നുണ്ട് കാണിച്ചുകൊണ്ട് മൂവി എൻഡ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ഈ സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കേട്ടോ. അതിൽ കാണിക്കുന്ന അലാവസ് അവൻ്റെ ഇത് ചിന്തിക്കുന്നത്, അത് എന്തായിരിക്കും എക്സ്പ്ലോഷൻ നടന്നത്, ഇവന്മാരെ അങ്ങനെ ചതിച്ചു, അങ്ങനെ കുറേ കാര്യം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അറിയാൻ വേണ്ടി ഓനും ആ ആർമീൻ്റെ ഒരു സ്യൂട്ട് സംഘടിപ്പിക്കുകയാണ്. ടോനും അങ്ങോട്ട് പോകാൻ പോകാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ആ പോകുന്നതിന് മുമ്പ് ഓന് മറ്റൊരു നമ്മളെ അബീബവൻ്റെ എന്ന് വെച്ചാൽ അഭിനവസിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയ കാർഡ് കാണിക്കുകയാണ്. ഡോണ്ട് യു റിമെമ്പർ സംതിങ് എന്നാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പോഴാണ് സ്റ്റാച്യു ഓഫ് ഗ്രേറ്റ്നെസ്സിൻ്റെ മേത്താണോ അത് നടന്നതെന്ന് കാണിക്കുന്നത്. സ്റ്റാച്യു ഓഫ് ഗ്രേറ്റ്നെസ് പറഞ്ഞാൽ മറ്റേ മമ്മൂൻ്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു. അതോടെ ഇത് ഫുള്ളി എൻഡ് ചെയ്യാണ്. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ആൻഡ് ഇതിന് വേറെ ഗ്രഡ് 2 അല്ലാണ്ട് വേറെ ഒരു സിനിമയായിട്ടും ഇതിൽ ടീസിങ് അങ്ങനെ ഇല്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ദെൻ ബൈ ബൈ.